മാഡം നമസ്കാരം. ബംഗ്ലാദേശ് കത്തിയെരിയുകയാണ്. അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം തുടങ്ങിയെങ്കിലും ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ചെങ്കിലും ഹിന്ദുക്കളുടെ വീടുകൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ്, ഹിന്ദുക്കൾ മുഴുവൻ ചുട്ടരിക്കപ്പെടുകയാണ്, ഹിന്ദുക്കൾ മാത്രമല്ല അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു അതിൽ എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദി എന്ത് ചെയ്തു, ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു? ഓഫ് കോഴ്സ് ഷേഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തു എന്നുള്ളതിന് പുറമെ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾക്കായി ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഇസ്രായേൽ അടക്കം ചോദിച്ചിരുന്നു. ഇസ്രായേൽ ഇന്ത്യക്ക് പിന്തുണ നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ബംഗ്ലാദേശ് വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ബംഗ്ലാദേശ് വിഷയത്തിൽ ബംഗ്ലാദേശിന് ഒരു താക്കീത്, അഭിനന്ദന കത്തിന്റെ രൂപത്തിൽ നരേന്ദ്രമോദി അയച്ചിരിക്കുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിൽ, അതായത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ പുതിയ ഭരണാധികാരിക്ക് നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആ കാര്യങ്ങളിൽ കൂടെ നരേന്ദ്രമോദി ഒരു വലിയ മുന്നറിയിപ്പ് കൂടെ ബംഗ്ലാദേശിന് നൽകുന്നു. കാരണം നിങ്ങളുടെ നാട്ടിൽ ഹൈന്ദവർ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു, ബുദ്ധിസ്റ്റുകളും ക്രിസ്ത്യാനികളും പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. 8% ഹൈന്ദവരെ സംരക്ഷിക്കാനുള്ള മുഴുവൻ ബാധ്യതയും നിങ്ങൾക്കുണ്ട്, നിങ്ങൾ അത് ചെയ്യണം എന്നാണ് നരേന്ദ്രമോദി ശക്തമായിട്ടുള്ള സ്വരത്തിൽ ബംഗ്ലാദേശിനെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ, താക്കീത് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശ് ഈ തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തെ എങ്ങനെ കാണും? ബംഗ്ലാദേശിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഹിന്ദുക്കൾ ഇനി എങ്ങോട്ടേക്ക് പോകും? ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ ഒരു മൈഗ്രേഷൻ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ന്യൂനപക്ഷങ്ങൾ നടത്തുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം ഇതിനെ ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്നു, അപലപിക്കുന്നു. അങ്ങനെ വലിയൊരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു താക്കീത് ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നത്. മാഡം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, ബംഗ്ലാദേശിന് ഒരു താക്കീത് കൊടുക്കാൻ മാത്രമേ ഇന്നത്തെ പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളിലുള്ളതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ചെന്നിട്ട്. കാരണം അവിടുത്തെ ഭരണാധികാരിയെ തന്നെ പുറത്താക്കി ഓടിപ്പിച്ച് വിട്ട ഒരു അവസ്ഥ പറയുമ്പോൾ വേറൊരു രാജ്യം ഇടപെടണമെങ്കിൽ ഒരു ഭരണാധികാരി അവിടെ വരണം. അപ്പൊ മുഹമ്മദ് യൂനിസ് എത്രത്തോളം മൈനോറിറ്റീനെ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതെല്ലാം അതിര് വിട്ട്. കാരണം അയാൾ സംരക്ഷിക്കുന്ന പറയുമ്പോ they started their protest for democracy അല്ലെ, സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ്. ഇതാണോ സ്റ്റുഡൻസ് പഠിപ്പിച്ച അവരെ ഡെമോക്രസിയില്? ആധിപത്യത്തിനെ തകർത്ത് സ്വച്ഛാധിപതിയെ അടിച്ചോടിച്ച് അവർ ചെയ്തത് എന്താ? ഇതിന് സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിന് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും പറയണമെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റ് അവരെ ആക്രമിച്ച് അവർ നടക്കുന്ന നായാട്ടാണെന്ന് നമ്മളവിടെ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ താലിബാനിസം എന്ന് തന്നെ പറയാം. അവിടെ പ്രധാനമന്ത്രി താലിബാനിസം എന്ന് പറയുമ്പോൾ കാരണം സ്ത്രീകളെയാണ് കൂടുതൽ ഇവർ ആക്രമിക്കുന്നത്. സ്ത്രീകളെ തുടങ്ങി ഹിന്ദു സ്ത്രീകളെ നല്ല കെട്ടി തൂക്കിയിട്ടിട്ട് അവരെ ഉപദ്രവിക്കുന്നതും റേപ്പ് ചെയ്യണതും കെട്ടി തൂക്കിയിട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടു. ഇതൊന്നും ആരും മെയ്ഡല്ല. പിന്നെ ഒരു നമ്മുടെ എന്താ പറയാ, ഒരു സംഗീതജ്ഞന്റെ വീട്ടിൽ പോയി അയാളെ സകല സാധനങ്ങളും, അയാളെ സംഗീത ഉപകരണങ്ങൾ മുഴുവൻ തീയിട്ടു. ഒരു സംഗീതജ്ഞനൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതാണോ സ്റ്റുഡൻസ്? വാട്ട് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ്? സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിന് സപ്പോർട്ട് ചെയ്യണ ഇന്ത്യയിലെ പിന്നെ ഈ ടെററിസ്റ്റിനോട് നമ്മൾ എന്താ പറയുക? ഇസ്ലാമിസ്റ്റിനോട്. ജമാഅത്ത് ഇസ്ലാമി എന്ന ഒരു സംഘടനയുടെ കീഴിലാണല്ലോ ഇവര് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ലോകരാജ്യങ്ങളിലെ അറ്റാക്ക് ചെയ്യണ എല്ലാ രാജ്യങ്ങളും ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇസ്രായേൽ പറഞ്ഞാൽ ഇന്നിപ്പോ ഇസ്രായേലിന്റെ നേരെ വേറെ വിധത്തിലായിരിക്കും അത് വരിക. കാരണം ഇസ്രായേലിന് ആർക്കും ഇഷ്ടമല്ലല്ലോ ഇപ്പൊ ഇവർക്ക്. കാരണം ന്യായത്തിൽ അവരെ ഭൂമിയെ ചോദിക്കുന്നവർക്ക് പാടില്ല. ഇസ്ലാമിന്റെ ഭൂമി, ഞാനൊരു ഇസ്ലാം തന്നെയാണ് പ്രാക്ടീസിങ്, പക്ഷെ ഇസ്ലാമിനെ ഒരിക്കലും ഇങ്ങനെ ഭൂമി തട്ടിയെടുത്ത് അവിടെ ഉപദ്രവിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിലൊന്നും ഇല്ലാത്ത ഇവര് കൊണ്ടുവരുന്ന ശരിയത്ത് ലോകളല്ലേ ഇവിടെ ഇവര് നടപ്പാക്കുന്നത്. അപ്പൊ ആ നടപ്പാക്കുന്നിടത്ത് മുഹമ്മദ് യൂനിസിന് എത്രത്തോളം നമ്മുടെ അവിടുത്തെ മൈനോറിറ്റീനെ, ബുദ്ധിസ്റ്റ് ഒരുപാടുണ്ട്. ഇന്നലെയൊക്കെ ബുദ്ധിസ്റ്റ് ആൾക്കാരൊക്കെ നമ്മളെ മിനിസ്ട്രിയിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരെയും വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരണമെന്ന്. അപ്പോഴാണെങ്കിൽ ഇന്ത്യ സെക്യൂരിറ്റി ആയിട്ട് അത്രയ്ക്ക് അധികം കൊടുത്തു. CAA NRC കൊണ്ടുവന്നത് ഇപ്പൊ മനസ്സിലായില്ലേ അറിയാത്തവർക്ക് എന്താണ്? നമ്മൾ ഓരോന്നും മുൻകൂട്ടി കണ്ട്. താലിബാനിസം വന്നത് എപ്പോഴാണ്? ആഫ്റ്റർ CAA അല്ലെ? അപ്പൊ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഈ ഒരു സംഗതികൾ കാണുന്നുണ്ട് എന്നുള്ള ഇന്ത്യ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടെ നിന്നുള്ള മൈനോറിറ്റീനെ നമ്മൾ സംരക്ഷിക്കണം. എന്തിനപ്പോ നമ്മൾ ചോദിക്കും, എന്തിനാ മുസ്ലിങ്ങൾക്ക് ഇതില് ഇത് കൊടുക്കണ്ടാത്ത? ഒരു മുസ്ലിം രാജ്യത്ത് പോയിട്ട്
അപ്പൊ ഇവിടുത്തെ ഹിന്ദു അങ്ങോട്ട് പലായനം ചെയ്യുമോ? ഉം. ഇവിടുത്തെ ഈ ചെയ്യില്ല ഇന്ത്യയില്? ചെയ്യില്ല. ഇവിടുത്തെ ഹിന്ദു പക്ഷെ അങ്ങോട്ട് ചെയ്യില്ല. അതേപോലെ പിന്നെ എന്തിനാ പാകിസ്ഥാനിലെ മുസ്ലിമും ബംഗ്ലാദേശിലെ മുസ്ലിമിനും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കാരണം അത് വേറൊരു അവിടെ കാര്യമുണ്ട്, ഇവിടുത്തെ നാടാണ്. ഹിന്ദു അങ്ങോട്ട് പലായനം ചെയ്യില്ല, ഇവിടുത്തെ ഒരു മുസ്ലിമും അങ്ങോട്ട് പലായനം ചെയ്യില്ല. കാരണം ഇന്ത്യ അത്രയ്ക്ക് സേഫ് ആൻഡ് അവിടെ സെക്യൂർ ആണ്. ഉം. സെക്യൂർഡ് ആണ്. ഇപ്പൊ അവിടുത്തെ മുസ്ലിം ഇങ്ങോട്ട് പലായനം ചെയ്തതോ നമ്മൾ കണ്ടത്. അതൊരു ഉം. ഭരണാധികാരിയെ ഇവിടെ സംരക്ഷിക്കാനുള്ള പാട്. മുമ്പ് തസ്ലീമ നസ്രീന് നമ്മൾ അഭയം കൊടുത്തു. ഇതൊക്കെ ഉം. ഒരാളെ, അത്ര വലിയ ഒരാളെ സംരക്ഷിക്കാനുള്ള പാട് ഭാരതത്തിനെ അറിയുള്ളൂ. എന്നും ഭാരതം യാ. ഇങ്ങനെയല്ല. ഇപ്പൊ ദ ബൗണ്ടറീസ് ആർ ബേണിംഗ്. ഇന്ത്യസ് ബൗണ്ടറീസ് ആർ ബേണിംഗ്. ഹൂസ് റെസ്പോൺസിബിൾ? അവിടത്തേക്ക് ഒരാൾക്ക് പോകണോ? അവിടുത്തെ ഒരു മുസ്ലിമിനെ അങ്ങോട്ട് പോകണോ ചോദിക്കുക നിങ്ങള്. ഈ പറയണ്ടല്ലോ മതത്തിനെ ഉപദ്രവിക്കാണ്. എന്താ ഉപദ്രവിക്കണ? വൈ മുസ്ലിംസ് ആർ നോട്ട് ഗോയിങ്? ഇത് പറയാൻ മാത്രം പോരാ, നമ്മൾ ചെയ്യണം, പ്രവർത്തിച്ച് കാണിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ രാജ്യം ഇപ്പൊ ബംഗ്ലാദേശില് ഉപദ്രവിക്കപ്പെട്ടവരും അവിടുത്തെ സിറ്റിസണെ നമ്മള് സംരക്ഷിക്കണം. അവിടുത്തെ മൈനോറിറ്റീനെ. മൈനോറിറ്റി എത്ര 27% ആണ് സി വിഭജനത്തിന്റെ കാലത്തുണ്ടായത്. അതിൽ അതെ 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 17% പോലും ഇപ്പില്ല. ആ ഹിന്ദുക്കൾ എവിടെ പോയി? അല്ല, 1975 ബംഗ്ലാദേശ് വിഭജിക്കപ്പെടുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു മൈനോറിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 22%. പക്ഷെ ഇപ്പോൾ അവിടെയുള്ള ഹിന്ദു മൈനോറിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 7.5% മാത്രമാണ്. 1 കോടി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ആ ഉണ്ടെന്നാണ് ഏഴ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കഴിയും. കാരണം പല പല പോസ്റ്റുകൾ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അവിടെയുള്ള ഹിന്ദുക്കൾ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഷെയ്ഖ് ഹസീന വാസ് എ ഡിക്റ്റേറ്റർ ആൻഡ് ഓൾ ദീസ് പീപ്പിൾ ആർ കംപ്ലീറ്റ്ലി സെക്യുലർ, അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരുന്നത്. ബട്ട് വൺസ് ഷെയ്ഖ് ഹസീന പോയി കഴിഞ്ഞപ്പോൾ, പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയുടെ വില മനസ്സിലാകുന്നത്. ഷെയ്ഖ് ഹസീന 2022 ഇസ്കോൺ ടെമ്പിൾ അവിടെ 150 പേർ ചേർന്ന് ധാക്കയിൽ ആക്രമിക്കുന്ന സമയത്ത് പോലും ഷെയ്ഖ് ഹസീന അവിടെ ആക്രമിക്കപ്പെട്ടു. ഓഫ്കോഴ്സ് നമ്മൾ അവിടെ ആക്രമിക്കപ്പെട്ടു. ഷെയ്ഖ് ഹസീന അവിടെ നടപടിയെടുത്തു. നടപടിയെടുക്കാൻ ഒരു ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷെയ്ഖ് ഹസീന പോയി കഴിഞ്ഞപ്പോ ഇപ്പോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഐ ക്യാൻ സീ സോ മെനി സോഷ്യൽ മീഡിയ പോസ്റ്റ്. അത് ഒരു പോസ്റ്റാണ് എന്റെ കഴിഞ്ഞിരിക്കുന്നത്. ആര്യ ഭൗമിക് എന്ന് പറയുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ ദ പീപ്പിൾ ഓഫ് ബംഗാൾ ആർ ഫ്രീ ടുഡേ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അവർ ആ കൊടിയൊക്കെ ഉയർത്തി കാണിക്കുന്നു. ഷെയ്ഖ് ഹസീന പറന്നു പോയിരിക്കുന്നു. നെക്സ്റ്റ് അവരുടെ പോസ്റ്റ്, ഷെയ്ഖ് ഹസീന വൺസ് അവർ പറന്നു പോയപ്പോ അവരിട്ടിരിക്കുന്ന പോസ്റ്റ് ആണ്, I am Hindu and my friends from my religion in Bangladesh are here to protect me. We built this Bangladesh together. We are united എന്ന് ആദ്യം ഇട്ടു. പിന്നെ അവർ ഒരു ദിവസം കഴിഞ്ഞിട്ടിരിക്കുകയാണ്, in this the time to attack me simply because I am Hindu and practice in protest. I attend these protests as a student without considering religion. I stand for justice and equality. See, it is deeply unjust and disheartening to be targeted for my faith. Please stop these attacks. I feel so helpless and marginalized എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. കാരണം അവിടെ നിൽക്കുന്ന, അവരുടെ പ്രൊട്ടസ്റ്റിന്റെ കൂടെ നിൽക്കുന്നത് ആൾക്കാരെ തന്നെ ആക്രമിക്കുന്ന കഴുകന്മാരാണ് അവിടെ ഉള്ളത്. പറയും. ഷെയ്ഖ് ഹസീന വാസ് എ നാഷണലിസ്റ്റിക്. അപ്പൊ അവര് പിന്നെ സ്വച്ഛാധിപതിന്ന് ഇപ്പൊ ഇവിടെ നരേന്ദ്രമോദിനെ പറയുന്ന പോലെ തന്നെ പറഞ്ഞു. ഇറ്റ് വാസ് എൻ എലക്ഷൻ വിച്ച് പീപ്പിൾ ഡിഡ്ന്റ് ആൻഡ് ഷെയ്ഖ് ഹസീന വിൻ ദ എലക്ഷൻ. സോ വാട്ട് ഹാപ്പൻ? എലക്ഷൻ ഇസ് നോട്ട് കറക്റ്റ് എന്ന് പറയണേ ഈ വെസ്റ്റേൺ കൺട്രീസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മുസ്ലിങ്ങൾക്കും അവിടെ ഈ സപ്പോർട്ട് ചെയ്യണ എല്ലാ ഷെയ്ഖ് ഹസീനക്ക് എതിരെ വന്ന എല്ലാവർക്കും മനസ്സിലാവും വാട്ട് ഇസ് ഇറ്റ്. അപ്പൊ ആ എലക്ഷൻ അല്ല ഇത് പറയാ EVM മെഷീന് ഇന്ത്യയിൽ കുറ്റം പറയണ പോലെ എലക്ഷൻ ആലോചിച്ച് പ്രതിപക്ഷ നേതാവ് വന്നിട്ട് എലക്ഷൻ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിന്റെ സപ്പോർട്ട് എടുക്കുമ്പോഴാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാണ്. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർ കൺട്രി. ദിസ് ഇസ് മൈ കൺട്രി. ഐ ഷുഡ് സ്റ്റാൻഡ് വിത്ത് മൈ പ്രൈം മിനിസ്റ്റർ. അത് പോയി സ്റ്റുഡൻസിനത്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൾച്ചർ ഓഫ് കൺട്രീനെ വി ഷുഡ് മേക്ക് ദം ലേൺ. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് റെസ്പെക്ട് ടു ദ കൺട്രി, വാട്ട് ഈസ് അവർ കൾച്ചർ എന്നുള്ളതാണ് ഇവർ മറന്നുപോയത്. അത് സ്റ്റുഡൻസ് അല്ല. ആ സ്റ്റുഡൻസിന്റെ ഇടയിൽ വിഷം കുത്തി വെച്ച ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ദേ ഹാവ് ടു ആൻസർ ഫോർ ഓൾ ദിസ്. Jamaat Islami have to answer for all this. What is happening in India, Bangladesh? This will spread everywhere. Even in India, we have. Even I have threat when I speak like this from Jamaat Islami. You know. Oh, I see. What can we do for that? My place everywhere, because I'm talking against them. I should say that. ഇന്ത്യയിലായതുകൊണ്ട് താങ്കൾ സേഫ് ആണ്. ഇന്ത്യയിലായതുകൊണ്ട് മാത്രമല്ല, നരേന്ദ്രമോദിന്റെ സർക്കാർ ഇരിക്കുന്നുണ്ട്.
because of ബട്ട് വൺ it. തിങ് മാഡം അതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. വൺ തിങ്, ഒരു വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദീസ് ഗൈസ് ആർ സെയിങ് ദാറ്റ് ഷെയ്ഖ് ഹസീന ഇസ് എ ബിഗ് ഡിക്റ്റേറ്റർ ആൻഡ് ദീസ് ഗൈസ് ആർ സെയിങ് ദാറ്റ്, ദീസ് ഗൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം കേരളത്തിലുണ്ട്, മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്, ജേർണലിസ്റ്റുകളുണ്ട്. All these guys are saying that Jamaat Islami is doing a great thing in Bangladesh and Islami is doing well. And എന്താണ്, ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്റർ ആണ്, അവര് പറന്നു പോയിരിക്കുന്നു, അതുകൊണ്ട് ബംഗ്ലാദേശ് ഇപ്പൊ ഫ്രീ ആയിരിക്കുന്നു. ആൻഡ് വൺസ് ജമാഅത്തെ Yes. ഇസ്ലാമി അവരുടെ വിശ്വരൂപം തുറന്നു കാണിച്ചപ്പോ ഇവര് മിണ്ടുന്നില്ല. അതായത് ഇവിടെയുള്ള മാധ്യമവും മീഡിയ ഫണ്ടും പോലെയുള്ള ആൾക്കാർ മിണ്ടുന്നില്ല. ഹിന്ദുക്കളെ അവിടെ പ്രോസിക്യൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോ ഇവര് മിണ്ടുന്നില്ല, ഇവർക്കൊന്നും പറയാനില്ല. ജമാഅത്തെ ഇസ്ലാമി കംപ്ലീറ്റ് ആയിട്ട് കുടുങ്ങിപ്പോയത് പോലെയാണ് ഇവർ പറയുന്നത്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ മൈൻഡിലേക്ക് ഒരു സിക്നെസ് ഉണ്ടല്ലോ. ആദ്യം വലിയ ആഘോഷമായിട്ട് തുടങ്ങി. മാഡം, ഇത് മാത്രമല്ല, നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കയറിയപ്പോ ഇവരെന്താണ് പറഞ്ഞത്? What താലിബാൻ ഒരു what is വിസ്മയം this എന്നാണ് പറഞ്ഞത്. Vismaya? വിസ്മയം. ഇപ്പോഴും ഇപ്പൊ അതൊക്കെ പറയുന്നത് പറയുന്നത് ബംഗ്ലാദേശ് ഒരു വസന്തമാണെന്നാണ് പറയുന്നത്. മറുപടി വസന്തമാണ്. അവർക്ക് വേണ്ടത് കൊള്ളയും കൊലപാതകവും രക്തം ചൊരിയണതുമാണ് അവരെ വസന്തം എങ്കിൽ അവരെ ആ വസന്തം അവര് സ്വന്തം ആഘോഷിക്കേണ്ടി വരും. ഭരണാധികാരി ലോകം മനുഷ്യന്റെ കൂടെ നിൽക്കണം. മതം മറന്നിട്ട്, മതം എന്നുള്ളൊരു സാധനം എന്താ, നാഷൻ ഫോർ മീ ഓൾസോ നാഷൻ ഇസ് ഫസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, വിത്തൗട്ട് എ നേഷൻ യു ഇപ്പൊ ഷെയ്ഖ് ഹസീന എത്രത്തോളം ഇതിൽ ജീവിച്ച ഒരാളാ, സ്വന്തം താല്പര്യം. നൗ ഷീ ഡോണ്ട് ഹാവ് എ നേഷൻ. Yeah. So what is there? If there is a nation, what we can do? Who will support us? Now India, how much India can support her? Arila, there is an option of giving 6 years, something like that. They are finding that. Otherwise, UK didn't accept her. Why? If we don't have a nation, so that is why we have to talk to our new generation, to our children. Nation is first. Nation is first. Religion is something in your mind. You and God, between you and God, nobody is there. No, നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. We have to be very careful. I'm telling each and everybody that. എന്താ വെച്ചാൽ നമ്മളെ നാട്ടില് കുട്ടികൾ, നമ്മളെ സമൂഹത്തില് നമ്മളെ അവിടുത്തെ മതം മറ്റേത് ഇപ്പൊ ഇവര് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുന്ന പോലെ നമ്മൾ പറയേണ്ട മതത്തിനെ പറ്റിയല്ല. നീ നിന്റെ രാജ്യത്തെ പറ്റി പഠിക്കുക, നീ നിന്റെ രാജ്യത്തെ സംസ്കാരത്തെ പറ്റി പഠിക്കുക, നീ സ്നേഹത്തെ പറ്റി പഠിക്കുക. ഇത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ കുട്ടികളെ പോലും ഇവര് ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിൽ വരുത്തും. കാരണം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാണ് അവര് ഒരു രാജ്യത്തെ ഇല്ലാതാക്കിയത്. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് അടിച്ച് തമർത്ത് അവരുടെ ഇന്നേഴ്സ് എടുത്ത് അവിടെ ഇൻകുലാബ് വിളിക്കുന്നതാണോ ഒരു സ്റ്റുഡന്റ്? അത് ഭാരത സംസ്കാരത്തിലൊന്നും അല്ല. വേറൊരു കാര്യം മാഡം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞത് കൊണ്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. മാഡം ഇവിടെ ശ്രദ്ധിക്കൂ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ശ്രദ്ധിക്കൂ. ഇന്ത്യയിൽ ഇതുപോലുള്ള കലാപങ്ങൾ അഴിച്ചുവിടാൻ സ്റ്റുഡൻസിനെ മുൻനിർത്തി ഇവര് കലാപങ്ങൾ തുടങ്ങിയത് മാഡത്തിന് ഓർമ്മയില്ല? അതായത് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ സമയത്ത് ജാമിയ മിലിയയിൽ നിന്നും സ്റ്റുഡൻസ് പുറത്തിറങ്ങി വരുന്നു, കശ്മീർ മാംഗെ ആസാദി എന്ന് വിളിക്കുന്നു. അതെന്തിനാണ് കശ്മീർ മാംഗെ ആസാദി? നിങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് പിൻവലിക്കാൻ പറയും. അതിനെന്തിനാണ് കശ്മീർ മാംഗെ ആസാദി, കേരൾ മാംഗെ ആസാദി എന്ന് പറയുന്നത്? അതിനെന്തിനാണ് അമിത്ഷായെ കൊല്ലും, നരേന്ദ്രമോദിയെ കൊല്ലും എന്ന് പറയുന്നത്? പോരാത്തതിന് കർഷക സമരം മാഡം അത് ശ്രദ്ധിക്കൂ. കർഷക സമരത്തിലും ഇവരാദ്യം പോയത് രാഷ്ട്രപതി ഭവനിലേക്കാണ്. അതിനകത്തേക്ക് ഇടിച്ചു കയറാനായിട്ട് ശ്രമിക്കുകയാണ്. സമാനമായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി, അതായത് അവിടെ എങ്ങനെയാണോ ശ്രീലങ്കയിൽ നമ്മൾ എന്താണ് കണ്ടത്, ബംഗ്ലാദേശിൽ നമ്മൾ എന്താണ് കണ്ടത്, അതേപോലെ സമാനമായിട്ടുള്ള സ്ട്രാറ്റജി ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ള, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവരുടെ ശ്രമം. അതെ, അകത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു. Same thing for the farmers protest. What happened? Opposition Rahul Gandhi was supporting them. Rahul Gandhi എങ്ങനെ ഈ ഖാലിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ചോദിക്കണേ. He is a person from, he is telling he is a person, you have to be the prime minister of India. നെഹ്റു ആണ്, അപ്പൂപ്പനാണ്, അമ്മൂമ്മയാണ്, അച്ഛനാണ്. So he should know who killed his grandmother. ഖാലിസ്ഥാൻ എന്തായിരുന്നു, ആരാണ് കൊന്നതെന്ന് പോലും മനസ്സിലാവാതെയാണ് അവരുടെ കൂടെ കൂടുന്ന ഒരു ഒപ്പോസിഷൻ പാർട്ടി ഇന്ത്യയിലുണ്ട്. വി ഹാവ് ടു വെരി വിജിലന്റ്. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഓരോ വ്യക്തികളും നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ബൗണ്ടറീസ് ആർ ബേണിംഗ് എല്ലാ സ്ഥലത്തും. അവർ ഇങ്ങോട്ടേക്ക് ത്രോയിങ് തിങ്സ് ദാറ്റ് യു നോ. നമ്മൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക. സം ചേഞ്ചസ് വിൽ ഹാപ്പൻ. നത്തിങ് എൽസ് വിൽ ക്യാൻ ഡു ഫോർ ദാറ്റ്. അല്ല, നമുക്ക് എന്റെ ഒരു ടേക്ക് അനുസരിച്ച് ഇതില് രാജ്യം ഒരിക്കലും ഇല്ലാതാകില്ല എന്നാണ് എന്റെ ഒരു ടേക്ക്. കാരണം ഇത് വച്ചത് മോദിക്കിട്ടാണെങ്കിലും കൊണ്ടത് ബംഗ്ലാദേശിനിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇന്ത്യയിൽ ഇതുപോലൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കാരണം മറ്റുള്ള ആൾക്കാരുടെ പോലെ സൈനിക അട്ടിമറി ഇന്ത്യയിൽ സാധ്യമല്ല. നരേന്ദ്രമോദിക്ക് പിന്നിൽ ഇന്ത്യൻ സൈന്യം ശക്തമായി അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.
കാരണം ഷെയ്ഖ് ഹസീന അവിടെ പ്രൊട്ടസ്റ്റേഴ്സിനെ അടിച്ചമർത്താൻ സൈന്യത്തിനോട് പറഞ്ഞപ്പോൾ സൈന്യം പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പറന്നു പോവുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പൊ ഇന്ത്യയിൽ ഒരിക്കലും അത് സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ കൊൽക്കത്ത പറയും. അല്ല, ഇന്ത്യയിൽ അത് സാധ്യമല്ലാത്തത് എന്നുള്ളത് നമുക്ക് ആദ്യകാലങ്ങളിൽ കണ്ടാണല്ലോ. 2000 വർഷം ഏറ്റവും വലിയ ആധിപത്യം പോർച്ചുഗീസും ബ്രിട്ടീഷും മുഗളന്മാരും നിന്ന് തേച്ചൊട്ടിച്ചിട്ട് ഇവിടുത്തെ സനാതന ധർമ്മമോ ഭാരത സംസ്കാരത്തിനോ ഒന്നും സംഭവിച്ചില്ല. രാമക്ഷേത്ര വാസ് an answer, not like something Rama coming there and it's an idea. This was an answer to the political Islamists and terrorists of the world. Rama Janmabhoomi. We got it. We can get it. ഒരു രാമരാജ്യം വേണോ? രാമരാജ്യം എന്ന് പറയുമ്പോ ഇവിടെ എല്ലാരും രാമനെ പോയി പൂജിക്കണം എന്നല്ല. രാമൻ പറഞ്ഞ ധർമ്മം ഉണ്ടാവുക. വാട്ട് ഇസ് ധർമ്മം? ആ ധർമ്മത്തിന് വെച്ചാൽ നമ്മൾ ചെയ്യണ നല്ല പ്രവർത്തികളും നമ്മളെ മനസ്സുകൊണ്ട് ചെയ്യണതിനാണ് ധർമ്മം പറയുന്നത്. അല്ലാതെ പിന്നെ ധർമ്മം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലും പള്ളിയിലും പോയി ഇരുന്ന് പ്രാർത്ഥിക്കണേല് ധർമ്മം മാത്രം മുമ്പില് സത്യത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അതിജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടെററിസം നോ വേ. ഭാരത് വിൽ നോട്ട് അക്സെപ്റ്റ് ടെററിസം. ദേ വിൽ നോട്ട് സ്റ്റാൻഡ് ഫോർ എനിത്തിങ്. തച്ചമർത്തു അതിനെ അടിച്ചു തീർത്തു എന്നുള്ള ഭാരതത്തിന്റെ ഒരു ശക്തിയാ. ഈ മണ്ണിന് അത്രമാത്രം ശക്തിയുണ്ട്. ഭാരതത്തിന്റെ ഒരു പോളിസി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കൊൽക്കത്ത ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുമ്പിൽ ഹിന്ദു ജാഗരൺ മഞ്ച് ഒരു പ്രതിഷേധം നടത്തി. പോരാത്തതിന് ഹിന്ദു ബുദ്ധ യൂണിറ്റി കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് മാത്രമല്ല, മാഡം അറിയാൻ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വാർത്ത കൂടെയുണ്ട്. അതായത് നമ്മുടെ ഹൈക്കോടതി, ജാർഖണ്ഡ് ഹൈക്കോടതി ഒരു പ്രസ്താവന, ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. നമ്മളെ ഇന്റലിജൻസ് ബ്യൂറോ കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുക്കണം. ഇന്ത്യയിൽ എത്രയധികം ബംഗ്ലാദേശികളുണ്ടെന്ന് കണക്കുകൾ എടുത്ത് ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികളെ മുഴുവൻ, വ്യാജ ആധാർ കാർഡിൽ വലസുന്ന ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികളെ മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നല്ല പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സും യൂണിയൻ മിനിസ്ട്രിയും കൂടെ ചേർന്ന് ടാക്കിൾ ചെയ്ത് അടിച്ച് പുറത്താക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഇന്ത്യൻ ആർമിയുടെ കണക്കുകൾ പ്രകാരം നമ്മുടെ കേരളത്തിൽ മാത്രം 50,000 ബംഗ്ലാദേശികൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷെ നമുക്ക് അവർ അതിഥി തൊഴിലാളികളാണ് കേട്ടോ, ബംഗ്ലാദേശികളല്ല. സത്യം പറഞ്ഞാൽ ഇവന്മാരെയൊക്കെ അങ്ങോട്ടേക്ക് കയറ്റി അയക്കേണ്ട, തിരിച്ചാ കലാപഭൂമിയിലേക്ക് കയറ്റി തന്നെ അയക്കണം. യാതൊരു ദാക്ഷിണ്യം വിചാരിക്കില്ല. കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് അവരെല്ലാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതെ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ വയനാട് ദുരന്തം സംഭവിച്ചോടത്ത് പോലും ഉണ്ട്. അതാ തമാശ. ആ കുന്നിന് മുകളിൽ പോലും എത്രയോ ബംഗാളെ 168 മൃതദേഹം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെല്ലാം ആ ഒരു ഇതിൽ പോണം, ഇന്റലിജൻസ് തോട്ടിൽ പോണം. 168 178 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാല് അത് തിരിച്ചറിയാൻ ആ നാട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും വെച്ച് അറിയില്ലേ? ഒരു കുടുംബം പോയടത്തും നമ്മൾ കണ്ടു പോയാനുള്ള ഒരു ബാക്കി. അപ്പൊ ഇതിലൊക്കെ സാറിന് അവിടെയൊക്കെ ഈ വർക്കേഴ്സ് വന്ന് ഇത്രയും ബംഗാളികൾ അതിലെല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് ID കാർഡ് ഇല്ല, അതൊന്നുമില്ല. ആര് തിരിച്ചറിയാനാ? പഞ്ചായത്തിലില്ല അവരുടെ റെക്കോർഡ്. ഏതാള് വന്നാലും ഇന്ന ബിൽഡിങ്ങിൽ താമസിക്കണ്ടേ, നമ്മൾ ഇവര് ചെയ്യണ ഓരോ കാര്യങ്ങൾ വരുമ്പോ നമ്മൾ പറയണ്ടേ. ഇവർക്കൊന്നും ID കാർഡ് ഇല്ല, പിന്നെ എന്താണ് വോട്ടേഴ്സ് ID ഇല്ല. ഇവിടെ അത് വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു കയറുന്ന റോഹിംഗ്യൻ മുസ്ലിംസിനും ബംഗ്ലാദേശിനും മമത കൃത്യമായിട്ട് ഇതൊക്കെ വ്യാജ ID കാർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ഇങ്ങോട്ട് വരും. അങ്ങനെയാ, അവിടെ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ട് അവര് ഡൽഹിയിൽ വരും. നിങ്ങൾ വിചാരിക്കണ്ടോ ഡൽഹി ബോർഡറിൽ ഇപ്പോ പിന്നെ കത്വാന്റെ ഇപ്പുറത്ത് ഒരു ഇതുണ്ടായില്ലേ, പിന്നെ പള്ളി ആക്രമിച്ച്, അതെല്ലാം ഇവരാണ് ചെയ്യണത്, അല്ലാതെ ഡൽഹിക്കാരല്ല. അവർക്കൊക്കെ ആധാർ മാത്രമേ ഉള്ളൂ, വോട്ടേഴ്സ് ID ഉള്ളൂ, വോട്ട് ചെയ്യാം, ആധാർ ഇല്ല. ഇവിടെ ഡൽഹിയിലെ NCRല് ഒരു ഹോട്ടൽ പോലും ആധാറും വോട്ടേഴ്സ് ID രണ്ടും കാണിച്ചെങ്കിലേ കിട്ടുകയുള്ളൂ. അത്രയും നിയമം കൊണ്ടുവന്ന് എന്നിട്ട് പോലും ഇവിടെ താമസിക്കണേ. വോട്ട് ശേഖരണം കൂടുന്നു. വി ഹാവ് ടു ചെക്ക് അബൌട്ട് വയനാട് ഓൾസോ. 5.5 lakh വോട്ടൊക്കെ എവിടെന്നാ കിട്ടിയത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ശരിക്കും. ഇനി അവസാനമായിട്ടൊരു ചോദ്യം കൂടെ അതുകൂടെ ചോദിച്ചു നിർത്താം. അതായത് നരേന്ദ്രമോദി ഇപ്പോൾ ഒരു അഭിനന്ദനത്തിൽ പൊതിഞ്ഞൊരു താക്കീത് നൽകിയിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ യൂനസ് ഖാൻ അടക്കമുള്ളവർക്ക്, മുഹമ്മദ് യൂനസിന് അടക്കമുള്ള ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ന്യൂനപക്ഷ വേട്ട നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ഒരു താക്കീത് വന്നിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ സുവേന്ദു അധികാരി, വെസ്റ്റ് ബംഗാളിലെ BJPയുടെ സുപ്രധാന നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത് 1 കോടി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇങ്ങോട്ടേക്ക്. യഥാർത്ഥത്തിൽ നമ്മുടെ കേന്ദ്രത്തിന് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ അവിടെ പെർസിക്യൂട്ട് ആവുന്ന ഹിന്ദുക്കൾക്ക്? ഇതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
അതാണ് ബുദ്ധിമുട്ട്. ഇതന്നെയാണ് POK-യിലും സംഭവിക്കുന്നത്. POK-യിലെ മുസ്ലിംസിന്, ഹിന്ദുക്കൾക്കല്ല, മുസ്ലിംസിന് ഇന്ത്യയിൽ വരണം പറഞ്ഞിട്ട് എല്ലാ മാസവും 2 പ്രൊട്ടസ്റ്റ് ഇവിടെ ഉണ്ടാവാറുണ്ട്. കാശ്മീരി മുസ്ലിംസ് നടത്തുന്നത്, കാശ്മീരി BJP നടത്തുന്നത്, RSS അതിൽ പങ്കുചേരും. അതന്നെയാണ് ഇവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ എവിടെ താമസിപ്പിക്കും? ഒരു തുണ്ട് ഭൂമി വേണല്ലോ. ഇവരെല്ലാം കൊണ്ടുവരല് മാത്രല്ലല്ലോ, ഇവർക്ക് ജോലി, ഇവർക്ക് താമസിക്കാൻ ഇടവും കൊടുക്കാൻ വേണ്ടി ഭാരത സർക്കാരിനെ സാധിച്ചാൽ മാത്രമേ അവർക്ക് അതിൽ വിജയമുള്ളൂ. പിന്നെ എത്രയും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. ഇവിടെ തന്നെ ഉണ്ട് കുറെ റെഫ്യൂജീസ്. ബംഗ്ലാദേശിന് മുമ്പേ ആക്രമണത്തിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. കുറെ നമ്മളെ അടുത്തൊക്കെ വരും. ഇന്ത്യയിൽ നിൽക്കാൻ പറ്റില്ല, ബംഗ്ലാദേശിൽ കുറെ പേരുണ്ട് അങ്ങനത്തെ ആൾക്കാർ. അവർ പരിപാടികളിലൊന്നും വരൂല, ഫേസ് കാണിക്കില്ല. അനി ഇവിടെ അവരെ കണ്ടാലും അറസ്റ്റ് ചെയ്യും, അവിടെ അവരെ കണ്ടാലും അറസ്റ്റ് ചെയ്യും. കഷ്ടപ്പെടണ ഇവരെ എത്രയോ UN വരെ അവർ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ ഭാരതത്തിന് ഒരു ടാസ്ക് സമയമാണ്. എന്തായാലും ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് കൾച്ചർ. അതിൽ ഭാരതത്തിന് മാത്രമേ കൈകടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഭാരത സംസ്ഥാനം ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള, ഇത്രയും ലാംഗ്വേജസ് ഉള്ള, ഇത്രയും ഭംഗിയായ ഒരു രാഷ്ട്രത്തിന് മാത്രമേ ഇതുപോലുള്ള കോൺഫ്ലിക്ട്സിൽ ഇടപെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബംഗ്ലാദേശിന് എപ്പോഴും ഭാരതം ചെയ്യാവുന്നത് ഏറ്റവും നല്ലത് തന്നെ നരേന്ദ്രമോദി ചെയ്യുന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. നരേന്ദ്രമോദി ബംഗ്ലാദേശിന് ഏറ്റവും നല്ലത് തന്നെ ചെയ്യും. അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് സകല പ്രതീക്ഷകളുമെങ്കിലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. വലിയ രീതിയിലുള്ള ബഹളങ്ങൾ, കലാപങ്ങൾ അവിടെ നടക്കുന്നു. ബംഗ്ലാദേശ് കലാപം അവിടെ അടിച്ചുവിട്ടത് സംവരണ പ്രക്ഷോഭമാണ്. പക്ഷെ സംവരണ പ്രക്ഷോഭവും കഴിഞ്ഞു, ഷേഖ് ഹസീന പറന്നും കഴിഞ്ഞു. എന്നിട്ടും അവിടെ കലാപം അവസാനിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവിടെ എന്താണ് അവരുടെ ലക്ഷ്യമെന്ന്. മൈനോറിറ്റികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ലക്ഷ്യമാണ്. അതിൽ സന്തോഷിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകർ, കുറെ മാധ്യമങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം പോലെയുള്ള കുറെ എണ്ണം നമ്മുടെ കേരളത്തിൽ സ്റ്റാറ്റസ് വരെ ബംഗ്ലാദേശിലെ അടിച്ചു പൊളിക്കുന്ന സ്റ്റാറ്റസാണ് നമ്മളെ നാട്ടിൽ കാണുന്നത്. അതെ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ഒരിക്കൽ നിരോധിച്ചതാണ്. കാരണം നിരോധിച്ചപ്പോ വലിയ ബഹളമായിരുന്നു. ഞങ്ങൾ എന്തിനാണ് നിരോധിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തു എന്ന്. യഥാർത്ഥത്തിൽ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇതിനെയൊക്കെ നിരോധിച്ചതെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ആരാ നിരോധിച്ച? ഇന്ദിരാഗാന്ധി 75-ല്. അതും നമ്മൾ മനസ്സിലാക്കണം. അവരെന്നെ നിരോധിച്ചിട്ടുണ്ട്, അല്ലാതെ BJP എന്നല്ല നിരോധിച്ചത്. ജമാഅത്തെ ഇസ്ലാമിനെ അല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിനെ നിരോധിച്ചു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം ഉണ്ടല്ലോ, പത്രത്തിൽ ഒരു ചാനലുണ്ട്. ആ ചാനലിനെ നിരോധിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വലിയ ബഹളമായിരുന്നു. ഞങ്ങള് കറകളഞ്ഞ മാധ്യമ പ്രവർത്തകരാണെന്ന്, അങ്ങനെ മാധ്യമ പ്രവർത്തകരാണെന്ന്. അപ്പൊ ഞങ്ങൾ എന്തിനാണെന്ന് പറഞ്ഞ് ഇവിടെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇവരാണ് ഈ താലിബാൻ മറ്റേ വിസ്മയമാണ്, ബംഗ്ലാദേശിൽ വസന്തമാണ് നടക്കുന്നത് എന്നൊക്കെ ഇവിടെ പറഞ്ഞു പറ്റുന്നത്, സമൂഹത്തിൽ വിഷം കലർത്തുന്നത്. എന്ത് തന്നെയായിരുന്നാലും ബംഗ്ലാദേശിലെ പുതിയ ഭരണാധികാരിക്ക് നരേന്ദ്രമോദിയുടെ ഒരു കത്ത് വന്നിട്ടുണ്ട്. അതിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.